രാഷ്ട്രീയ സമവാക്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടെ ബി.ജെ.പിക്ക് കേരളത്തിൽ അനുകൂലമാകുമെന്ന് ബി.ജെ.പി മധ്യകേരള അധ്യക്ഷൻ എൻ ഹരി. മധ്യകേരളത്തിൽ നിരവധി പേർ ബി.ജെ.പിയിൽ ചേരുന്നു. മാറ്റത്തിന്റെ സൂചനയാണിതെന്നും എൻ ഹരി പ്രതികരിച്ചു. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം ആകെ മാറുന്ന ഒരു തെരഞ്ഞെടുപ്പാകും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് എൻ.ഡി.എയുടെ സ്വാധീനം വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തൽ ഉണ്ടാകുന്നു. മധ്യ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായതാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ മധ്യ കേരളത്തിൽ നിന്ന് അപ്രസക്തമാകാൻ പോകുന്നു എന്നുള്ള വിലയിരുത്തലാണ് നേരത്തെ മുതൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. ഇപ്പോൾ ബി.ജെ.പിയുടെ കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളുടെ ചുമതലയുള്ള മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറും കേരള രാഷ്ട്രീയത്തിലെ സമുന്നതരായിട്ടുള്ള നേതാക്കളാണ് മത്സരിക്കുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള സവിശേഷതകൾ മധ്യ കേരളത്തിൽ പല മണ്ഡലങ്ങൾക്കുമുണ്ട്. എങ്ങനെയാണ് വരും ദിവസങ്ങളിലെ പ്രചാരണ പരിപാടികൾ ബി.ജെ.പി? പ്രചരണ പരിപാടികൾക്കപ്പുറം ഇന്ന് തന്നെ ജനം വിധി എഴുതി കഴിഞ്ഞു. കാരണം ഇന്നിപ്പോ നമ്മൾ കണ്ടു ഈ റോഡ് ഷോയിലുണ്ടായ അത് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തില് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം നിമിഷങ്ങൾക്കകം സംഘടിപ്പിച്ച റോഡ് ഷോയിലുള്ള ജനസഞ്ചയം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഇന്ന് ഞാൻ രാവിലെ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ആലപ്പുഴയിലെ കെ.പി.സി.സിയുടെ ജനറൽ സെക്രട്ടറി ജോബ് ഇന്ന് ബി.ജെ.പിയിൽ അംഗത്വം എടുത്തിരിക്കുക. ഇത് മാത്രമല്ല, ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽപ്പെട്ട ഇപ്പൊ എസ് രാജേന്ദ്രൻ, വൈക്കത്ത് അജിത്, അതുപോലെ തന്നെ കിഷോർ ബാബു ആലപ്പുഴയിൽ എന്ന് വേണ്ട പ്രധാനപ്പെട്ട എം.എൽ.എമാരെ, ഇവിടെ കാലങ്ങളായിട്ട് എം.പിമാരായിരുന്നവര് എല്ലാം തന്നെ നമ്മുടെ ഈ മേഖലയിൽ തന്നെ ബി.ജെ.പിയിലേക്ക് കടന്നു വന്നിരിക്കുക. അവരോടൊപ്പം ഇന്ന് നൂറുകണക്കിന് ആളുകളാണ് വന്നിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, ജനങ്ങളല്ല പറയുന്നത്, ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് ബി.ജെ.പിയിലേക്ക്. അത് വിവിധ തുറകൾ. ഇന്നിപ്പോ ഒരു കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബിൻ നമ്മുടെ കൂടെ വന്നു. ഇന്നൊരു പെൺകുട്ടി, ഒരു ആൾ ഇന്ന് നമ്മുടെ വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള കുട്ടികൾ വരുന്നു. നിരവധി ആളുകൾ വരുന്നു. ഘടകകക്ഷികൾ 2020 വരുന്നു. ഇപ്പൊ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ 2020യുടെ വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം, അത് പ്രവചനാതീതമാണ്. അതുപോലൊരു മുന്നേറ്റമാണ് ഇന്ന് എൻ.ഡി.എ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയപ്രതീക്ഷ ഏറെയുള്ള മണ്ഡലങ്ങളാണ് മധ്യകേരളത്തിലുള്ളത്. ദേശീയ നേതാക്കളടക്കം മധ്യകേരളത്തിലേക്ക് എത്തി പ്രചാരണ പരിപാടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ടോ? യാതൊരു സംശയവുമില്ല. കാരണം മധ്യകേരളം എന്ന് പറയുന്നത് എന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അപ്പൊ അവിടെ ഒരു അർദ്ധശങ്കയ്ക്കിടയില്ലാതെ ഞാൻ പറയുന്നു, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പ്രധാനമന്ത്രി വന്നാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ നമുക്കറിയാം അതിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് ദേശീയ നേതാക്കളെല്ലാം തന്നെ, എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി അടക്കം ഒരുപക്ഷെ മധ്യമേഖലയിൽ എത്താനുള്ള ഒരു സാധ്യതയാണ് ഇന്ന് തെളിഞ്ഞു കാണുന്നത്. അതിനുള്ള ഒരു സാഹചര്യം, ഒരു കുത്തൊഴുക്കും, ജനങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ഇന്ന് എൻ.ഡി.എയിലേക്കുള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതാണ് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളതും. എല്ലാവരും ഇന്നിപ്പോ കണ്ട സ്വീകരണങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇന്നിപ്പോ ഹരിപ്പാട് വലിയ ഒരു റാലി നടക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും വലിയ ഓഫീസുകൾ, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓഫീസായി കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളായി കഴിഞ്ഞു. അങ്ങനെ പ്രചരണ രംഗത്തും വളരെയധികം മുന്നോട്ട് എൻ.ഡി.എ മാറി പോയിരിക്കുന്നു. എൽ.ഡി.എഫ്, യു.ഡി.എഫ് മുന്നണികളെക്കാൾ പ്രചരണത്തിൽ വലിയ മുന്നേറ്റം, ഒരുപടി മുന്നിലാണ് എൻ.ഡി.എ എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൻ.ഡി.എ ക്യാമ്പ് ഉള്ളത്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ വലിയ മുന്നേറ്റം കേരളത്തിൽ സാധ്യമാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുകയാണ് എൻ.ഡി.എ ക്യാമ്പ്. ക്യാമറമാൻ ഹരീഷൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി.